നമസ്കാരം. 2025 മാർച്ച് 2-ാം തീയതി കൊളംബിയയിൽ നടന്ന ഒരു സംഭവമാണ്. അതിങ്ങനെയായിരുന്നു. ഒരു UFO അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് കൊളംബിയയിലെ ഒരു പട്ടണമായിരിക്കുന്ന ബൂഗയുടെ മുകളിലൂടെ പറക്കുന്നു എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രത്യേകത അതൊരു സ്ഫിയറാണെന്നുള്ളതാണ്. ഒരു ലോഹഗോളം ഈ ബൂഗ ടൗണിൻ്റെ മുകളിലൂടെ പറക്കുന്ന ദൃശ്യം കണ്ടിട്ടാണ് അവിടുത്തെ ജനങ്ങളെ അത്ഭുത സ്തബ്ധരായത്. ട്രൂത്ത് പോളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പേജിലാണ് ഈ ഫ്ലൈയിങ് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ലോഹഗോളം പറക്കുന്നതിൻ്റെതായിരിക്കുന്ന ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. ഇത് വലിയ വാർത്തയായി ഇന്നും നമ്മളുടെ മാധ്യമങ്ങളിൽ വളരെ വാർത്താ പ്രാധാന്യത്തോടുകൂടി നിൽക്കുകയാണ്. ഈ പറക്കുന്നതായിരിക്കുന്ന ഈ ഗോളം കുറേ കഴിഞ്ഞപ്പോഴേക്കും ഇതൊരു കാട്ടിൽ വീണു. ഈ കാട്ടിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അത് എടുത്തിട്ട് അതിനെ വിശദമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി അതിനെ വിശദമായിട്ട് പരിശോധിക്കാനായിട്ട് തുടങ്ങി. ജോസ് ലൂയിസ് വെലാസ്കസ് ഇദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ഗോളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോളം വെൽഡിങ്ങുകളോ അതുപോലെ തന്നെ ജോയിൻസുകളോ ഇല്ലാത്ത ഒന്നാണ്. മാത്രമല്ല ഇത് പല ലെയറുകളായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗോളമാണ്. അതുകൂടാതെ ഈ ഗോളത്തെ സ്കാൻ ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത്, ഈ ഗോളത്തിൻ്റെ അകത്ത് മൈക്രോസ്ഫിയറുകൾ അല്ലെങ്കിൽ ചെറിയ ഗോളങ്ങളെ കാണാമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം എടുത്ത ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോളം യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതാണ്. ഇത് സ്പേസിൽ നിന്ന് വന്നതാണ്. അതിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കാനായിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇത് UFO ആണ്, അന്യഗ്രഹ ജീവികൾ അയച്ചതായിരിക്കുന്ന ഒന്നാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എല്ലാ കാലത്തും മനുഷ്യനെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു കഥയാണ് ഈ അന്യഗ്രഹ ജീവികളുടെ കഥ എന്ന് പറയുന്നത്. അന്യഗ്രഹ ജീവികളും അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇത് മനുഷ്യൻ്റെ ഭാവനയെ വല്ലാതെ പ്രചോദിപ്പിക്കുകയും പല സിനിമകളും അതുമായി ബന്ധപ്പെട്ട് ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്തുകയുണ്ടായി. കാരണം ഇങ്ങനെയുള്ള ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ അവരുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ഭീഷണിയാകുമോ എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. മനുഷ്യനെ വല്ലാതെ ജിജ്ഞാസയിലാഴ്ത്തുന്ന ഒന്നാണ് ഈ UFO എന്ന് പറയുന്നത്. അതിൽ പല കഥകളും മിത്തുകളാണ് എന്ന് കാണാൻ കഴിയും, പലതും തെറ്റിദ്ധാരണകളാണെന്ന് കാണാൻ കഴിയും. എന്ന് പറഞ്ഞതുപോലെയുള്ള തെറ്റിദ്ധാരണയാണോ ഇതും എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. UFO കുറിച്ച് പഠനം നടത്തുന്നതായിരിക്കുന്ന അതുപോലെ തന്നെ ടിൽറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ ഫൗണ്ടർ ആയിരിക്കുന്ന ജൂലിയ മോസ്ബ്രിഡ്ജ് അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. കാരണം ഇതൊരു ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ലോഹഗോളം മനുഷ്യനിർമ്മിതമല്ലാത്തതായിരിക്കുന്ന ഒരു ലോഹഗോളം ആകാശത്തിലൂടെ പറക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെക്കുറിച്ച് ഇത്ര പെട്ടെന്ന് അതൊരു UFO ആണെന്ന് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അവർ മുന്നോട്ട് വെക്കുന്നതായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നടക്കുന്നതായ പല കാര്യങ്ങളും നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. പലതും നമ്മളുടെ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് തന്നെ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് തന്നെ വാസ്തവത്തിൽ നമ്മൾ പഠിച്ചിട്ടില്ല വേണ്ടവണ്ണം. അതുപോലെ തന്നെ നമ്മളുടെ സമുദ്രത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലതും നിഗൂഢമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ അല്പം കൂടി ബഹുമാനത്തോടുകൂടി പഠിക്കണം. പെട്ടെന്നൊരു കൺക്ലൂഷനിൽ എത്താനായിട്ട് സാധിക്കില്ല ഇത് UFO ആണ് എന്നുള്ള നിലയിൽ. ഈ UAPA എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ UFO ഇതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കുന്ന ഈ ഇങ്ങനെയുള്ള നിഗൂഢ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കുന്ന അനേകം സംഘടനകൾ ലോകത്തുണ്ട്. അതിലൊന്നാണ് ഗലീലിയോ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നിഗൂഢമായിരിക്കുന്ന വസ്തുക്കൾ കിട്ടുമ്പോൾ അവരുമായി സഹകരിച്ചിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അവസാനം വേണം ഇതിനൊരു കൺക്ലൂഷനിലെത്താൻ. ഇതിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഇവർ പറയുന്നത് പക്ഷേ ഇതൊരു കലാകാരൻ്റെ കരവിരുതായിരിക്കാം ഇങ്ങനെ നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ളത്. ഇങ്ങനെയുള്ള UFO കഥകൾ മനുഷ്യനെ പലപ്പോഴും ജിജ്ഞാസയിലാഴ്ത്തുകയും അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവരെ പ്രശസ്തരാക്കുകയും ചെയ്യുമെന്നുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് പലരും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥകൾ മെനയാറുണ്ട്. അങ്ങനെ മെനഞ്ഞ ഒരു കഥയിൽ പെട്ടതായിരുന്നു ഈ ഏലിയൻ മമ്മീസ് എന്നും പറഞ്ഞ് പെറുവിൽ നിന്ന് കണ്ടെടുത്ത ഈ മമ്മികളുടെ രൂപങ്ങൾ എന്ന് പറയുന്നത്. എന്നിട്ട് അവരത് ക്ലെയിം ചെയ്ത് കണ്ടെടുത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവർ ക്ലെയിം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് 1000 വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. ഇത് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്ന അന്യഗ്രഹ ജീവികളാണെന്നും അവയുടെ മമ്മികളാണെന്നും എന്നും തരത്തിലുള്ള കഥകളാണ് അവർ പുറത്തുവിട്ടത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കള്ളക്കഥകളൊക്കെ പുറത്തു വരാനായിട്ട് തുടങ്ങി. കാരണം പെറുവിലെ ഫ്ലാവിയോ എസ്ട്രാഡ എന്ന് പറയുന്ന ആർക്കിയോളജിസ്റ്റ് തന്നെ അത് പുറത്തുവിടുകയുണ്ടായി. ഈ മമ്മികൾ യഥാർത്ഥത്തിൽ മൃഗങ്ങളുടെ അസ്ഥികൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും ഈ മോഡേൺ സിന്തറ്റിക് ഗ്ലൂ വരെ ഇതിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും കണ്ടെത്തുകയുണ്ടായി. അതായത് മനുഷ്യർ തന്നെ നിർമ്മിച്ചിട്ട് മനുഷ്യർ തന്നെ ഉണ്ടാക്കിയ കഥ, അതായത് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് മറ്റൊരു തരത്തിലുള്ള കഥകളൊക്കെ രൂപപ്പെടുത്തി എന്നും എക്കാലവും മനുഷ്യനെ ജിജ്ഞാസയിലാഴ്ത്തുന്ന കഥകളാണ് ഈ ഏലിയൻസിൻ്റെയും അതുപോലെ തന്നെ UFOയുടെയും.
അത് മുതലെടുത്തുകൊണ്ട് മനുഷ്യൻ്റെ ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് ഫേമസ് ആകാനായിട്ട് ശ്രമിച്ച ചിലരുടെ ക്രിയകളായിരുന്നു അതെന്നുള്ളത് പിന്നീട് മനസ്സിലാക്കാനായിട്ട് ഇടവന്നു. അതുകൊണ്ട് തന്നെ കൊളംബിയയിലെ നഗരമായിരിക്കുന്ന ബൂഗയുടെ മുകളിലൂടെ പറന്നതായ ഈ ലോഹഗോളം ഒരു കാരണവശാലും അതൊരു UFO ആകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഏലിയൻ മമ്മികളുടെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി പോലെ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കമില്ല. കാരണം ഈ ഏലിയൻസ് ഉണ്ട് എന്നുള്ളതിന് പോലും നമുക്ക് വ്യക്തമായിരിക്കുന്ന തെളിവ് കിട്ടിയിട്ടില്ല. പിന്നെ ചില മനുഷ്യരുടെ തോന്നലുകളും ചില മിത്തുകളുമാണ് ഇതിലൂടെ പ്രചരിക്കുന്നത് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഈ UFO കഥകൾ തന്നെ അതിന് വേണ്ടത്ര അയക്കുന്ന അടിത്തറയില്ല എന്നുള്ളതാണ്. ഇതൊന്നും മനുഷ്യനെ ജിജ്ഞാസയിലാഴ്ത്തുന്ന ഒരു നിഗൂഢ സംഭവമായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഇതിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാലത്ത് ബർമൂഡ ട്രയാങ്കിൾ എന്ന് പറയുന്നത് മനുഷ്യനെ വല്ലാത്തതായിരിക്കുന്ന നിഗൂഢതയുടെ നെറുകയിൽ നിർത്തിയതായിരിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ പിൽക്കാലത്ത് ആ നിഗൂഢതകളെല്ലാം ചുരുളഴിയുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയുള്ള ഒരു മിത്താണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള തെളിവില്ലാത്ത ഫാബ്രിക്കേറ്റഡ് സ്റ്റോറികളാണ് ഈ UFOയുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.